ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജയറാമിന്റെ വിയോഗത്തിന് ശേഷം താൻ ഗർഭിണിയാണെന്ന് വീട്ടുകാരറിയുമ്പോൾ തന്റെ ചാരിത്രത്തിന് നേരെ വിരൽ ചൂണ്ടുമെന്നും അതുവഴി തന്റെ ജയറാമേട്ടന് അപമാനമുണ്ടാകുമെന്നുമൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് നന്ദിനി. തുടർന്ന് ആദ്യം തന്നെ കുഞ്ഞിനെ നശിപ്പിക്കാനായി വഴി തിരഞ്ഞെടുക്കുകയാണ് നന്ദിനി പപ്പായ ജ്യൂസ് അടിച്ചുകൊണ്ട് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മീനാക്ഷി വരികയാണ്. അമ്മയ്ക്ക് ഈ കുഞ്ഞിന് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പ്രസവിച്ചു തന്നാൽ എൻ്റെ കുഞ്ഞെ തന്നെ ഞാൻ വളർത്തിക്കൊള്ളാം, അല്ലാതെ അമ്മ എന്താണെങ്കിലും കഷ്ടപ്പെടുത്താൻ ഞാൻ വരില്ലെന്നും മീനാക്ഷി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഹൃദയം തകർന്നു നിൽക്കുകയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് സാവിത്രി സംശയത്തോടെ ആ ജ്യൂസിന്റെ ഗ്ലാസ് എല്ലാം എടുത്ത് നോക്കുന്നതാണ്. സാവിത്രി അവിടെ നിന്ന് പോയതിനു ശേഷം സാവിത്രിയുടെ കള്ളലക്ഷണവും ജ്യൂസിന്റെ ഗ്ലാസും ഒക്കെ നോക്കുന്ന മാലതി ഇനി സാവിത്രി ഗർഭിണിയാണോ എന്നുള്ള സംശയത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഒരുമിച്ചിരിക്കുന്നതാണ്. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞ് മാറി നിൽക്കുകയാണ് നന്ദിനിയും മീനാക്ഷി. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ആഹാരത്തിന്റെ മണമടിക്കുമ്പോൾ നന്ദിനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. നന്ദിനി മാറി നിന്ന് ഛർദ്ദിച്ചതിന് ശേഷം അവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നു. ആഹാരത്തിന്റെ ഒന്നും മണം പിടിക്കാത്തത് കൊണ്ട് തന്നെ നന്ദിനി തന്റെ സാരി കൊണ്ട് തന്റെ മൂക്ക് പൊത്തി പിടിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ് സാവിത്രി. ഓരോ ഗർഭിണികളുടെ ലക്ഷണങ്ങളാണല്ലോ നന്ദിനി അടുത്ത് ഇപ്പോൾ കാണിക്കുന്നതെന്ന് സാവിത്രി പരിഹാസത്തോടെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന നന്ദിനി ഞെട്ടലോടെ സാവിത്രിയെ നോക്കുമ്പോൾ സംശയത്തോടെ നന്ദിനിയെ നോക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് മുറിയിലെത്തുന്ന നന്ദിനിയാണ്. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഒരിക്കലും ഇവിടെയുള്ളവര് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് നന്ദിനി എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ തൊട്ടരികിലിരിക്കുകയാണ് മീനാക്ഷി. നേരം രാത്രിയാകുന്നു. തനിക്കും കുഞ്ഞിനും ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവാദമില്ലെന്നും ജയറാമേട്ടൻ്റെ അടുത്തേക്ക് തന്നെ ഞാനും കുഞ്ഞും പോവുകയാണെന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുകയാണ് നന്ദിനി. അതിനുശേഷം നന്ദിനി കിണറ്റിൻ കരയിലേക്ക് നടക്കുകയാണ്. കിണറിൻ്റെ മുകളിൽ നന്ദിനി കയറി നിൽക്കുന്നു. അതേസമയം അകത്തൂടെ നടക്കുന്ന ജഗദീഷ് കിണറിൻ്റെ അവിടെ ആരെയോ കണ്ട് നോക്കുമ്പോൾ കാണുന്നത് നന്ദിനി കിണറിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നന്ദിനി രണ്ടും കൽപ്പിച്ചുകൊണ്ട് കിണറിനുള്ളിലേക്ക് എടുത്ത് ചാടുന്നു. ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.